സർ, ബഹുമാന്യനായ അംഗം പി ടി തോമസിന് എന്തോ ഒരു സ്ഥലജല വിഭ്രമം ബാധിച്ച നിലയിൽ അദ്ദേഹം അദ്ദേഹം സംസാരിക്കുമ്പോൾ ശ്രീ പി ടി തോമസ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി നിശബ്ദനായി കേട്ടിരിക്കുകയാണ് ചെയ്തത്. ശ്രീ പി ടി തോമസ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി നിശബ്ദനായി കേട്ടിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയട്ടെ. അല്ല, ശ്രീ പി ടി തോമസ് സംസാരിച്ചപ്പോൾ ആരും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല. വേണ്ട, ഇരിക്കെ ബൽറാം, ഇരിക്കൂ പ്ലീസ്, ഇരിക്കൂ. അർത്ഥം എന്താണെന്ന് ആദ്യം പഠിക്ക്, എന്നിട്ട് വാ. വെറുതെ ബഹളം വെക്കാൻ പഠിച്ചാൽ മാത്രം പോരാ. ഇവിടെ പറഞ്ഞില്ലേ ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന്. അതെ, ആ മര്യാദ അങ്ങോട്ടും വേണം. ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ ശീലിക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? എന്തിനു വേണ്ടിയാ ഇത്ര വെച്ചത്? ഞാൻ പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി ടി തോമസിന് സ്ഥലജല വിഭ്രമം ബാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. സ്ഥലജല വിഭ്രമം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇരിക്കൂ. മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ബൽറാം, മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ സംശയം വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയായത് എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോ അദ്ദേഹത്തിന് വൃക്ക രോഗികളെക്കുറിച്ച്, ക്യാൻസർ രോഗികളെക്കുറിച്ചെല്ലാം നല്ല മനസ്താപം വന്നിട്ടുണ്ട്. അത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. ഇവിടെ എ കെ ബാലൻ ഈ സഭയിൽ അവതരിപ്പിച്ച ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യം അങ്ങ് പരാമർശിച്ചല്ലോ. ആ അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ക്യാൻസർ ബാധിച്ച് കാൽ മുറിച്ച് കൃത്രിമക്കാലുമായി നടക്കുന്ന സുരേഷ് കൃഷ്ണനെ കൊല്ലത്തു നിന്നും തൃക്കാക്കരയിലേക്ക് മാറ്റിയ കാര്യം. ആ കാലത്ത്, ഈ കാലമല്ല. അത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാകുക. അദ്ദേഹം പറഞ്ഞല്ലോ, എ കെ ബാലൻ ഉന്നയിച്ച കാര്യവും അന്നത്തെ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞ കാര്യവും അതെൻ്റെ കയ്യിലുണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കേട്ടല്ലോ. ബഹളം വെച്ച നിങ്ങളും കേട്ടതാണല്ലോ. രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലാത്ത കായംകുളം സ്വദേശി വിജയനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അതും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായ നടപടിയൊന്നും സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇത്.